ദൈവം നിന്നെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം അല്ല. കുഷ്ഠരോഗിയാണെങ്കിലും, പാപിയാണെങ്കിലും, വ്യഭിചാരിയാണെങ്കിലും, ചുങ്കക്കാരനാണെങ്കിലും, അശുദ്ധിയുടെ പാതാളക്കുഴിയിൽ നീറി നീറി നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിലും, സക്കേവൂസിനെ, മഗ്ദലന മറിയത്തെ, ചുങ്കക്കാരൻ മത്തായിയെ, പാപികളെ, വേശ്യകളെ, ആ സമൂഹം പുറന്തള്ളിയവരെ എല്ലാം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ദൈവമല്ല. ദൈവം നിങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഒടുവിൽ ഈ മനുഷ്യരെല്ലാവരും ചേർന്ന് അവനെ കുരിശിൽ തറച്ചു. കാരിരുമ്പാണികൾ തറയ്ക്കപ്പെട്ട് മരക്കുരിശിന്മേൽ തൂങ്ങിക്കിടക്കുമ്പോ, അടിയേറ്റ് തകർന്നപ്പോ, ശരീരം മുഴുവൻ ചിതറിത്തെറിക്കപ്പെട്ടപ്പോ, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ പാടുപീഡകൾ ഏറ്റുവാങ്ങി നരകിച്ച് കിടക്കുന്ന സമയത്തും കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, അപ്പാ അപ്പാ ഇവരോട് ക്ഷമിക്കണേ. അപ്പൊ ലോകത്തിന് മനസ്സിലായി, ഞങ്ങൾ അവനെ കുരിശിൽ തറച്ചാലും ആ ദൈവം ഞങ്ങളെ പിന്നെയും പിന്നെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും.